Hi my dear students, once again welcome back to Limits and Derivatives. ഇന്ന് നമ്മൾ ലിമിറ്റിൻ്റെ പ്രത്യേകതകൾ പഠിച്ചതിന് ശേഷം ഡെറിവേറ്റീവ്സിനെ പറ്റി പഠിക്കാൻ പോവുകയാണ്. എന്താണ് ഡെറിവേറ്റീവ്സിൻ്റെ മീനിങ്, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഡെറിവേറ്റീവ്സിലേക്ക് പോകാം. ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെറിവേറ്റീവ്, ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ ഉള്ള ഒരു ഏരിയ ആണ് ഡെറിവേറ്റീവ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ ഒക്കെ നമ്മുടെയൊക്കെ പൾസ് നോക്കുന്നുണ്ട്. പൾസ് നോക്കുന്നത് എങ്ങനെയാണ് നമുക്കറിയാം. നമ്മുടെ ഹാർട്ട് ബീറ്റിന് തന്നെ മറ്റൊരു ഫോം ആണല്ലോ പൾസ് റേറ്റ്. അപ്പോൾ ഈ പൾസ് റേറ്റ് നോക്കാൻ വേണ്ടിയിട്ട് റേറ്റ് ആണ് അവിടെ നോക്കുന്നത്. റേറ്റ്, പൾസ് റേറ്റ് എന്നാ പറയാം. അപ്പോൾ അതിനൊരു ഫിക്സഡ് നമ്പർ ഉണ്ട് അല്ലേ. ഒരു മിനിറ്റിൽ 72 അല്ലെങ്കിൽ 70 ആ റേഞ്ചിൽ നിൽക്കുന്ന ഒരു പൾസാണ്. അതിലെന്തെങ്കിലും കൂടുതലോ കുറവോ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമുണ്ട്. അതുപോലെ ഹാർട്ട് ബീറ്റിൻ്റെ റേറ്റ്, അതുപോലെ എല്ലാത്തിൻ്റെയും റേറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ, റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ റേറ്റ് ഓഫ് ചേഞ്ചിനെ പറ്റിയുള്ള ഒരു പഠനമാണ് ശരിക്കും ഡെറിവേറ്റീവ് എന്ന് വളരെ ബ്രീഫായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ നമ്മൾ വേറൊരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരു ടാങ്കിൽ വെള്ളം അടിക്കുക, നമ്മൾ വീട്ടിലെ മോട്ടറൊക്കെ ഓൺ ആക്കിയിട്ട് ടാങ്കിൽ വെള്ളം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ ടാങ്ക് ഓവർഫ്ലോ ആയി പോകുന്ന ഒരു ടൈമുണ്ട് അല്ലേ. എന്തുമാത്രം സമയം കൊണ്ട് അത് ഫില്ലാകുമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കാരണം അതിനകത്ത് എന്തുമാത്രം വെള്ളം ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ എന്തുമാത്രം വെള്ളം കയറുന്നുണ്ട് ടാങ്കിനകത്ത്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് അതിനകത്ത് ഫില്ലാകും എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മളുടെ ഈ ഒരു ഡെറിവേറ്റീവിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് വളരെ പ്രയോജനപ്രദമാണ്. അതുപോലെ തന്നെയാണ് നമുക്കിപ്പോൾ ഒരു വണ്ടി ഓടിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ എത്ര സമയം കൊണ്ട് അവിടെ എത്തും, നമ്മുടെ സ്പീഡ് എത്രയാണ്, അതുപോലെ നമ്മുടെ എന്താ പറയുക ഒരു മൈലേജ്, വണ്ടിക്ക് 1 ലിറ്റർ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം കിലോമീറ്റർ ഓടാൻ പറ്റും, ഇതൊക്കെ നമ്മുടെ കാൽക്കുലേഷൻ, അതായത് നമ്മുടെ മുമ്പോട്ടുള്ള നമ്മുടെ ആ ഒരു മൂവ്മെൻറ്റിനെ നമ്മൾ ഒത്തിരിയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പോൾ നമുക്കൊരു 200 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ എന്തുമാത്രം സമയത്തിന് മുമ്പ് പോകണം, അല്ലെങ്കിൽ നമുക്ക് എന്തുമാത്രം പെട്രോളിനകത്ത് അടിക്കണം എന്നൊക്കെ നമുക്ക് യാത്രയ്ക്ക് മുമ്പേ തീരുമാനിക്കപ്പെടേണ്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ അതിനെപ്പറ്റി പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ റോക്കറ്റുകളൊക്കെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വേഗത വളരെ നിർണായകമാണ്. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയർ ഓവർകം ചെയ്തത് സ്പേസിലേക്ക് വിടുമ്പോൾ, അറ്റ്മോസ്ഫിയർ ഓവർകം ചെയ്ത് പോകണമെങ്കിൽ നമുക്കറിയാം എസ്കേപ്പ് വെലോസിറ്റിയിൽ പോകണം. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റിയിൽ ഈ സാധനത്തിന് കണ്ടിന്യൂസ് കുറേ നേരത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ ഈ റോക്കറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അറ്റ്മോസ്ഫിയർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എസ്കേപ്പ് വെലോസിറ്റിയുടെ ആവശ്യമില്ല, അപ്പോൾ അതിൻ്റെ സ്പീഡ് കുറയ്ക്കണം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അതിനകത്ത് ഫ്യൂവലുകളിൽ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എത്ര ടൈം കഴിഞ്ഞാൽ നമ്മളുടെ ഈ റോക്കറ്റിനെ, സാറ്റലൈറ്റിനെ റോക്കറ്റിൽ നിന്ന് വിജക്റ്റ് ചെയ്യണം, ഇതൊക്കെ തീരുമാനിക്കപ്പെടുന്നത് ഈ ഡെറിവേറ്റീവിൻ്റെ അല്ലെങ്കിൽ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടി വളരെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇപ്പോൾ ഈ ഡെറിവേറ്റീവ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു വണ്ടിയിൽ യാത്ര ചെയ്യാം. വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഈ വണ്ടിയിലെ മീറ്റർ, നമ്മൾ സ്പീഡോമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അതിനകത്ത് ഇൻസ്റ്റൻസ്, അതായത് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇപ്പോൾ ഇവിടുന്ന് കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് പോവുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ കോട്ടയത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം നമുക്കറിയാം. ഇപ്പോൾ രാവിലെ ഒരു 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ടൈം എന്ന് പറഞ്ഞാൽ 10:10 ആയിക്കോട്ടെ, 10:10. ഇനി നമ്മളപ്പോൾ അവിടുത്തെ ടൈം എന്ന് പറഞ്ഞു, ഇത് കോട്ടയത്തിൻ്റെയാണ്, കോട്ടയത്ത് നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ അവിടുത്തെ വണ്ടിയിൽ കിലോമീറ്ററിൽ, സ്പീഡോമീറ്ററിൽ കിലോമീറ്ററിൽ എത്ര ഓടിയെന്ന് നമ്മൾ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരു 105 കിലോമീറ്റർ അത് ഓൾറെഡി ഓടിയിട്ടുണ്ട്. പുതിയ വണ്ടിയാണ്, 105 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കുറച്ച് കഴിയുമ്പോൾ, നമ്മൾ ഇതിൻ്റെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ, ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10:20 ആയി. 10:20 ആയപ്പോൾ ഈ നമ്മളിതിൽ സ്പീഡോമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്.
10 മിനിറ്റ് കൊണ്ട് നമ്മളൊരു 5 കിലോമീറ്റർ യാത്ര ചെയ്ത് വിചാരിക്കും. അപ്പോൾ ഇത് 110 ആവും. അപ്പോൾ ഇത് കോട്ടയം കഴിഞ്ഞ് കുറച്ചിങ്ങനെ പോകുന്നു. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയുടെ സ്പീഡ് നമുക്ക് ഏതാണ്ട് മനസ്സിലാവും അല്ലേ? എങ്ങനെ നമ്മൾ സ്പീഡ് കണക്കാക്കുന്നത്? ഇതിനെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതിനെ നമുക്ക് വേണമെങ്കിൽ S1 എന്ന് വിളിക്കാം, ഇതിനെ നമുക്ക് S2 എന്നും വിളിക്കാം, ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്നതിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ S2 മൈനസ് S1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 ആണ് അല്ലേ? അതായത് റേറ്റ് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ചേഞ്ച് ഇൻ ടൈം ഓർ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ബൈ ചേഞ്ച് ഇൻ ടൈം. അപ്പോൾ ഇതെന്ന് പറയാൻ നമുക്കറിയാം 110 മൈനസ് 105 ആണ് ഡിവൈഡഡ് ബൈ ഇത് 20 മിനിറ്റ് 10-20 മൈനസ് 10-10 എന്ന് പറയാൻ 10 മിനിറ്റ് കൊണ്ടാണ്. 10 മിനിറ്റ് നമുക്കറിയാം 5/10 മിനിറ്റ് ആണ്. 10 മിനിറ്റ് ആണ്. അതായത് നമുക്കറിയാം എന്താണ് 1 മിനിറ്റിൽ 1/2 കിലോമീറ്റർ വെച്ച് ഇത് ഓടിയിട്ടുണ്ട് അല്ലേ? 1/2 കിലോമീറ്റർ ആണ് ഇതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ. അതായത് 10 മിനിറ്റ് കൊണ്ട് 5 കിലോമീറ്റർ ഓടി. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പോയാൽ നമുക്കറിയാൻ പറ്റും 20 മിനിറ്റ് കൊണ്ട് ഇത് 10 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് 5 കിലോമീറ്റർ. അപ്പോൾ 20 മിനിറ്റ് കൊണ്ട് 10 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ 30 മിനിറ്റ് കൊണ്ട് ഇത് എത്ര കിലോമീറ്റർ ഓടും? 30 മിനിറ്റ് കൊണ്ട് 15 കിലോമീറ്റർ അല്ലേ? 15 കിലോമീറ്റർ. അപ്പോൾ 60 മിനിറ്റ് കൊണ്ടോ 30 കിലോമീറ്റർ ഓടും. അപ്പോൾ 30 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ സ്പീഡായി അല്ലേ? ഒരു 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറുണ്ട്. 1 മണിക്കൂർ കൊണ്ട് ഓടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 കിലോമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ പറയും ഇതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 30 കിലോമീറ്റർ പെർ അവർ ആണെന്ന് പറയും. അപ്പോൾ നമ്മൾ ഇതിന്റെ ഇങ്ങനെ ഒരു സ്പീഡ് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പീഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ വണ്ടിയുടെ എത്ര സമയം കൊണ്ട് അവിടെ എത്തും, ഏത് നമുക്കതനുസരിച്ച് ബാക്കിയുള്ള എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. ഇത് തന്നെ. അപ്പോൾ ഇത് കുറച്ചും കൂടെ നമ്മളിപ്പോൾ ചെയ്തെന്താ നോക്കി 10 മിനിറ്റിലുള്ള ഒരു സ്പീഡാണ് നമ്മൾ കണ്ടുപിടിച്ചത്. സ്പീഡ് ഡിഫറൻസ് കണ്ടുപിടിച്ചു, മീൻസ് ഡിസ്റ്റൻസ് ഡിഫറൻസ് കണ്ടുപിടിച്ചു, അതുപോലെ ടൈം ഡിഫറൻസ് 10 മിനിറ്റ്. എന്നിട്ട് നമ്മളതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. മീൻസ് പെർ അത് യൂണിറ്റ് ടൈമിൽ സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇങ്ങനെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കണ്ടുപിടിക്കുന്നതിന് ആണ് നമ്മൾ ആക്ച്വലി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു ഫംഗ്ഷനുമായിട്ട് എടുക്കുവാണെങ്കിൽ, ഇപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഞാനൊരു ഫംഗ്ഷൻ്റെ ഒരു ഗ്രാഫ് നിങ്ങളെ കാണിക്കാം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഞാൻ f(x) = x² എന്ന് പറഞ്ഞ ഗ്രീൻ കളറിൽ പോകുന്ന ഒരു ഗ്രാഫ് ഇതിനകത്ത് കാണാൻ സാധിക്കും. അതിനകത്ത് ഞാൻ ഒരു പർട്ടിക്കുലർ ടൈം എടുത്തിട്ടുണ്ട്. എ എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. ഈ എ എന്നുള്ളത് ഞാനൊന്ന് 0 ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് 0 എന്നുള്ള പോയിന്റാണ്. ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു ചെറിയ നമ്പർ കൂട്ടുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 0.5 ഇപ്പോൾ ഞാൻ കൂട്ടുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 0.5 ആണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഈ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഈ ഈ എ എന്നുള്ള പോയിന്റ് കോർഡിനേറ്റ് 0 ആണ്. ബി എന്നുള്ള പോയിന്റ് അതിനോട് 5.5 കൂട്ടുന്നതിന് തുല്യമാണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടൊരു ചേഞ്ച് ഞാനിവിടെ കാണുന്നത് എക്സിൽ ഒരു ചേഞ്ച് ഉണ്ടായി. എക്സ് 0 നിന്നും ഇതിൻ്റെ എക്സ് എന്ന് പറഞ്ഞാൽ 0.05 ആയി അല്ലേ? 0.5 ആയി. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിൽ ഈ ഒരു ഡിസ്റ്റൻസിലുണ്ടാവുന്ന ആ ഒരു ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ y കോർഡിനേറ്റിലും ഒരു ചേഞ്ച് ഉണ്ടാവും അല്ലേ? ആ ഒരു ചേഞ്ച് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഈ പോയിന്റ് ഇത്രയും കൂടെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. സി 0.5 എ എന്നുള്ളത് 0.5 മാറ്റി. ബി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, 0.5 ആക്കി വയ്ക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 എത്തും. അപ്പോൾ ഈ എ എന്നുള്ള പോയിന്റ് 0.5 ആണ്. ബി എന്നുള്ള പോയിന്റ് 10 എന്നോട് 0.5 കൂട്ടി. അപ്പോൾ ഇത് നമ്മളുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് നമ്മുടെ ഡിഫറൻസ് 0.5 ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ y കോർഡിനേറ്റുകൾ തമ്മിലും ഒരു ഡിഫറൻസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇവിടെ ഈ y കോർഡിനേറ്റുകളുടെ നമ്മുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഈ z എന്നുള്ള y കോർഡിനേറ്റ് ഇതാണ് 0.25 ആണ്. അത് തന്നെയാണ് ഈട്. ദെൻ ഇവിടുത്തെ y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് 1 ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാവും. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് പറയാം y കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ x കോർഡിനേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് എടുക്കുക. അതിന് നമ്മൾ ശരിക്കും നമ്മൾ എഴുതുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം.
y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 അല്ലേ. അത് y കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ എക്സ് കോർഡിനേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ്. y കോർഡിനേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ y കോർഡിനേറ്റ്, അതിന്റെ y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ കൊണ്ടുപോയി ബി എന്നുള്ളതിന്റെ പോയിന്റ് 1 1 ആണ്. അപ്പോൾ നമ്മൾ ഈ പർട്ടിക്കുലർ പോയിന്റിൽ ഡിയുടെ y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഡിയുടെ y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഡി എന്നുള്ള പോയിന്റ് ഉണ്ട് 1 0 ആണ്. അപ്പോൾ അതിന്റെ y കോർഡിനേറ്റ് 0 ആണ്. ഈ പർട്ടിക്കുലർ പോയിന്റിലെ y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1 1 എന്നുള്ള പോയിന്റ് ആണ്. ഇനി ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇയുടെ കോർഡിനേറ്റ് ആണ്. പോയിന്റ് 1 എന്നുള്ളത് എക്സ് കോർഡിനേറ്റ്, 0.25 എന്നുള്ളതിന്റെ y കോർഡിനേറ്റ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണെങ്കിൽ ഇതാണ് ഈ y കോർഡിനേറ്റിന് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇനി ഈ പോയിന്റിനെ ഞാൻ ഈ കുറച്ചും കൂടി ഇങ്ങോട്ട് അടുപ്പിക്കാമെന്ന് വിചാരിക്കുക. അതായത് ഈ പോയിന്റിന് ബി എന്നുള്ള പോയിന്റ് ഇപ്പോൾ കുറച്ച് അകന്ന് പോവാം. അകന്ന് പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ ലൈൻ ജോയിനിങ് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സ്ട്രെയിറ്റ് ലൈൻ ആണ്. എ ബി എന്നുള്ള സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പാണ് ആക്ച്വലി ഈ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ലോപ്പാണെന്ന് അറിയാം അല്ലേ. ഇതിനെ നമ്മൾ ഈ ബി എന്നുള്ള പോയിന്റ് നമ്മൾ എയിലേക്ക് വളരെ ക്ലോസ് ആക്കും. ക്ലോസ് ആക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിങ്ങനെ വന്ന് ആ ഡിഫറൻസ് വന്ന് ഏതാണ്ട് ഒരു പോയിന്റിൽ അത് കോയിൻസൈഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണ്. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസിലെ ഇപ്പോൾ നമ്മളിതിനെ സ്പീഡ് എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു. ആ സ്പീഡിനെ നമ്മൾ y കോർഡിനേറ്റിലും y കോർഡിനേറ്റ് ആയിട്ടും ടൈമിനെ നമ്മൾ x കോർഡിനേറ്റ് ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ ഇത് 10 നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ള സ്പീഡോമീറ്ററിൽ കണ്ടെത്തുന്ന ഡിസ്റ്റൻസ് ആണ്. ഇത് 10-20 സ്പീഡോമീറ്ററിൽ എവിടെ എത്തിയിരുന്നു. അപ്പോൾ സ്പീഡോമീറ്ററുകൾ തമ്മിലുള്ള വ്യത്യാസം, സ്പീഡോമീറ്ററിലെ ഡിസ്റ്റൻസ് തമ്മിലുള്ള വ്യത്യാസം, അതാണ് ഈ BE എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. BE അല്ലെ. ഈ BE എന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ്, ഇത് B ഇത് E, അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ആദ്യത്തേത് ഇത്, രണ്ടാമത്തേത് ഇത്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും ടോട്ടൽ ഈ BDയിൽ നിന്നും ഇതങ്ങ് കുറച്ചാൽ മതിയല്ലോ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് അതാണ് y2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ എടുത്ത s2 മൈനസ് s1 എന്ന് പറഞ്ഞെടുത്തിരിക്കുന്ന സാധനം ഡിവൈഡഡ് ബൈ ഈ t2 മൈനസ് t1. അപ്പോൾ അത് നമ്മൾ ഈ പോയിന്റിനെ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് വരും. ഇപ്പോൾ നമ്മൾ 10-20 ഡിസ്റ്റൻസ് ആയിരുന്നു, അത് നമ്മൾ കുറച്ചും കൂടെ ക്ലോസ് ആക്കുക എന്ന് വെച്ചാൽ ഒരു 10-10 ആകുമ്പോഴത്തേക്കും എടുക്കുന്നത്, 10-15 ആകുമ്പോൾ എടുക്കണം. 10-10 സ്റ്റാർട്ട് ചെയ്തു 10-15 ആകുമ്പോൾ എടുക്കണമെങ്കിലും ആ റേറ്റിൽ വലിയ വ്യത്യാസം നമുക്ക് കാണത്തില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു ഫംഗ്ഷന്റെ y കോർഡിനേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസത്തിനെ എക്സ് കോർഡിനേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. ഓക്കെ, മാത്തമാറ്റിക്കലി നമുക്ക് അതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. അതായത് ഒരു ഫംഗ്ഷൻ എടുക്കുക, y f of x എന്നാണ്, നമ്മൾ x സ്ക്വയർ എടുത്ത പോലെ തന്നെ f of x എന്നുള്ള ഫംഗ്ഷൻ എടുക്കുക. എന്നിട്ട് ഞാൻ എക്സിന്റെ കൂടെ ഒരു ചെറിയ നമ്പർ കൂട്ടുന്നു. അപ്പോൾ എനിക്ക് കിട്ടുന്ന f of x പ്ലസ് h എന്നാണ്. നമ്മൾ h എന്ന് പറയാൻ നമുക്കറിയാമല്ലോ, ലിമിറ്റ് h ടെൻഡ്സ് ടു 0 എന്ന് പറഞ്ഞതുപോലെ ആ h ആണ് ഇവിടെ എടുക്കുന്നത്, ചെറിയ സ്മോൾ പോസിറ്റീവ് നമ്പർ. അപ്പോൾ ഇനി നമ്മൾ ഇത് നമ്മളുടെ ഡിഫറൻസ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ f of x പ്ലസ് h മൈനസ് f of x. അപ്പോൾ ഇവിടെ ഇത് നമ്മൾ, അതായത് ഇപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് എടുത്ത പോലെ s2 ഒരു പർട്ടിക്കുലർ ടൈമിലെ ഡിസ്റ്റൻസ് മൈനസ് ഇനീഷ്യൽ ഇൻസ്റ്റൻറ്റ്, നിങ്ങൾ ഫിസിക്സിനകത്തൊക്കെ പഠിച്ചിരിക്കുന്ന പോലെ x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ, ഇപ്പോൾ ഇവിടെ h എന്നുള്ള നമ്പറാണ് നമ്മൾ ചെറിയ പോസിറ്റീവ് ഇന്റർവൽ എടുത്തിരിക്കുന്നത്. ഈ റേഷ്യോ എടുക്കുക, ഈ റേഷ്യോ എടുത്തിട്ട് അതിന്റെ ലിമിറ്റിംഗ് കേസ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ h ക്ലോസ് ടു 0. ഇവിടെ നമുക്ക് നമ്മുടെ ഗ്രാഫിൽ നമ്മൾ കണ്ടു ഇതാണ് h എന്ന് പറയുന്ന സാധനം. ഇത് ക്ലോസ് ടു 0 ആകുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുക നമുക്കറിയാം. ആ b എന്നുള്ള പോയിന്റ് എങ്ങോട്ട് വരും, b എന്നുള്ള പോയിന്റ് ടേൺസ് ടു എയിലേക്ക് വന്നുകൊണ്ടിരിക്കും അല്ലെ. b എന്നുള്ള പോയിന്റ് അടുത്തടുത്തടുത്ത് എയിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. അതാണ് നമുക്ക് എവിടുന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ b എന്നുള്ള പോയിന്റ് എയിലേക്ക് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രത്യേകതകൾ ഇതുണ്ട്. ഇത് പകർന്നിരിക്കുകയാണ്. b എന്നുള്ള പോയിന്റ് നമ്മൾ h നമ്മൾ കുറച്ച് ക്ലോസ് ടു 0. ഇപ്പോൾ നമുക്കറിയാം അവിടുത്തെ h എന്ന് പറയാൻ നമ്മൾ നോക്കി കാണാൻ സാധിക്കും 0.48 ആണ്. അതിനെ കുറച്ച് കണ്ടോ 0.2 ആയി. അപ്പോൾ b എന്നുള്ള പോയിന്റ് എയോട് വളരെ ക്ലോസ് ആവും. അതാണ് റേറ്റ്, വളരെ ചുരുങ്ങിയ ഒരു സമയത്തിലുള്ള സ്പീഡ് എന്ന് പറയുന്നത് കണ്ടോ. അപ്പോൾ ഇങ്ങനെ അതാണ് h ടെൻഡ്സ് ടു 0 എന്നുകൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിച്ചത്.
ഇപ്പം ഇങ്ങനെ ഒരു വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഇത് കിട്ടുന്ന വാല്യൂ ഇത് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ എപ്പോഴും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ലിമിറ്റിംഗ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഫ് ഡാഷ് എന്ന് വിളിക്കും. ഇതിനെ വിളിക്കുന്നത് എഫ് പ്രൈം എന്നാണ്. എഫ് പ്രൈം ഓഫ് എക്സ് എന്ന് വിളിക്കും. അതായത് ഇതിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് വിളിക്കും. അത് ഡെറിവേറ്റീവ് ഓഫ് എഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് ലിമിറ്റ് h ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. അത് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത്. അത് നമ്മൾ എഴുതുന്നത് എഫ് പ്രൈം എന്ന് വിളിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെ എഴുതാം. ഓർ നമുക്ക് ഇങ്ങനെ എഴുതാം ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. ഇതും മറ്റൊരു നൊട്ടേഷനാണ്. ഡെറിവേറ്റീവ് ഓഫ് എഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഈ രണ്ട് നൊട്ടേഷൻസ് ആണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ പല നൊട്ടേഷൻസ് ഉണ്ട് വേറെ, f1x എന്നൊക്കെ പറയും, y1 എന്നൊക്കെ അങ്ങനെയൊക്കെ എഴുതാം. പക്ഷെ നമ്മൾ മെയിനായിട്ട് ഈ രണ്ട് നൊട്ടേഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇതാണ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ. ഇനി ഈ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന ഡെറിവേറ്റീവിന് മറ്റൊരു പേരുണ്ട് ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ഓഫ് എഫ് ഓഫ് എക്സ്. അങ്ങനെയും വിളിക്കും ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഓർ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ആൻഡ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ ഡെറിവേറ്റീവ് ഈസ് കോൾഡ് ഡിഫറൻസിയേഷൻ. അപ്പോൾ ഇങ്ങനെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന ഈ പരിപാടിക്കാണ് നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ. അപ്പോൾ ഡിഫറൻസിയേഷൻ എന്ന് വെച്ചാൽ എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ ഒറ്റ ഡെഫിനേഷനേ ഉള്ളൂ. പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ ഡെറിവേറ്റീവ് ഈസ് കോൾഡ് ഡിഫറൻസിയേഷൻ. പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ ഡെറിവേറ്റീവ്. ഇനി ഡെറിവേറ്റീവ് എന്താണ്? ഇഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് then limit and h be a very small positive number, then limit h tends to 0 f of x plus h minus f of x divided by h, if it exists, is called derivative of f of x with respect to x. And the process of evaluating derivative is called differentiation. Okay makkale, that's the definition of derivative. appo makkale adinte definition edikkolluva. Suppose f is a real valued function and a is a point in its domain of definition, then the derivative of f at a is defined by limit h tends to 0 f of a plus h minus f of a divided by h, provided this limit exists. And denote ചെയ്യുന്നത് ഇങ്ങനെയാണ്. Derivative of f of x at a is denoted by f dash a. അതിനെ or ഇതും കൂടെ എഴുതിക്കോളൂ, or d by dx of f of x. രണ്ട് നൊട്ടേഷൻസ് ഉണ്ട്. ഒന്ന് എഫ് ഡാഷ് അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ് അറ്റ് എ ഓർ ദ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ഓഫ് എഫ് ഓഫ് എക്സ് at a. അപ്പോൾ ഇതാണ് ഡെഫിനിഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ. ഡെറിവേറ്റീവ് ഓർ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എ ഈസ് ലിമിറ്റ് h ടെൻഡ്സ് ടു എ എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എച്ച്. അതാണ് ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ. എന്നിട്ട് എഴുതിക്കൊള്ളുക, ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ഓർ ഡെറിവേറ്റീവ് ഈസ് കോൾഡ് differentiation. Okay, differentiation. അപ്പോൾ മക്കളെ അതിൻ്റെ അത് നമ്മൾ പർട്ടിക്കുലർ ഒരു പോയിന്റിലെ കാര്യം പറഞ്ഞേ. ഇനി നമുക്കൊന്ന് ജനറലൈസ് ചെയ്യാം. ഇതും കൊണ്ടൊന്ന് എഴുതിക്കോളൂ. ഇത് ജനറലൈസ് ചെയ്ത് എഴുതുന്നതാണ്. സപ്പോസ് എഫ് ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ, ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ ലിമിറ്റ് h tends to 0 f of x plus h minus f of x divided by h, wherever the limit exists, is defined to be the derivative of f at x and is denoted by f dash x. This definition of derivative is also called the first principle of derivative. ഇത്തരത്തിൽ നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന പരിപാടിക്കാണ് നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് f dash x is equal to limit h tends to 0 f of x plus h minus f of x divided by x. ഇതിനെയാണ് നമ്മൾ d by dx of f of x അല്ലെങ്കിൽ f dash x എന്ന് വിളിക്കുന്നത്. Okay, this is the derivative and the process of evaluating the derivative is called differentiation.
ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചോണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. എപ്പോഴും എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ മാത്രമേ ഉള്ള ഡെറിവേറ്റീവ് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ മക്കളെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ ഒരു ഡെഫിനേഷന് വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡിഫറൻസിയേഷൻ എന്ന് വിളിക്കും. ഇങ്ങനെ നമുക്ക് ഏത് ഫംഗ്ഷൻ്റെയാണ് ഡെറിവേറ്റീവ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത്തരത്തിലുള്ള ഫംഗ്ഷൻസ് എല്ലാം ഡെറിവേറ്റീവ്സ് നമുക്ക് ഇത്തരത്തിൽ കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഫോർമുല ഇതേ ഉള്ളൂ. ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡെഫിനേഷൻ ഇതാണ്. എഫ് ഡാഷ് എക്സ്, നമ്മളതിനെ എഫ് പ്രൈം എന്നാണ് ശരിക്കും വിളിക്കേണ്ടത്. എഫ് പ്രൈം ഓഫ് എക്സ്, എഫ് പ്രൈം എന്ന് വെച്ചാൽ അതാണ് അതിൻ്റെ ശരിക്കുള്ള റിയൽ ഡെഫിനേഷൻ ഓഫ് മീൻസ് ദ റിയൽ pronunciation of that representation, f dash x, but usually we call it as f dash x. So f dash x is equal to limit h tends to 0 f of x plus h minus f of x divided by h, which is a very small positive number. Okay, so that is the definition of a derivative, and the process of evaluating the derivative is called differentiation. Okay, so got it? Okay, ഇത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് സാധാരണ ഡിഫറൻസിയേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറുള്ളതാണ്. യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്ത് ചോദിച്ചിരിക്കും. ഓക്കെ, സോ ലെറ്റ് us മൂവ് ഓൺ ടു ഇത്രയും നമുക്ക് തിയറി പഠിക്കാനുള്ളത്. നമുക്ക് ഇനി ഇത് വെച്ച് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്യാം. ഓക്കെ, ഹിയർ വി ഹാവ് ക്വസ്റ്റ്യൻ നമ്പർ 53. Using first principle, find the derivative of fx is equal to x square. So we have to find the derivative of fx is equal to x square. So let f of x is equal to x square. That's already given. So they call it as equation number 1. And let h be a small positive number. Let h be a small positive number such that f of x plus h is equal to, so you have to we have given fx is equal to x square. So in order to get f of x plus h, you just replace every x by x plus h in the given function. So here we have only one term, that is x square. So you have to replace x by x plus h the whole square. So that is f of x plus h. See, whatever may be the value of x here, f of x is equal to square of that function. If it is y, it is y square. So if it is x plus h, then the functional value is the whole square of that much, means x plus h the whole square. So let us call it as equation number 2. Now what is derivative? We have the formula. If it exists, means limit h tends to 0, f of x plus h minus f of x divided by h. If it exists, that value is denoted by f dash x, and that is called the derivative. So let us find the value exists or not. So let us substitute that value here. So limit h tends to 0. What is f of x plus h? Here it is x plus h the whole square minus f of x is nothing but equation number 1 says it is x square divided by h. Okay, now we have to find the limit of this function. In order to find the limit, we have so many methods. First is direct method, that cannot be applied here because when we apply h is equal to 0, the denominator becomes 0. That is not possible. So the second one is the method of factorization. If it is possible, you can apply that method, or method of formula, or LHL equal to RHL equal to if both of them are equal, then we say that the functions limit exist. So in order to obtain the limit, we have to apply any method that is suitable here. But here we can apply either you can expand this and simplify this and find the value of the limit. That's one method. I will give both the methods. Or we can apply the formula here. We have a formula, limit x tends to a, x raised to n minus a raised to n divided by x minus a. What is that? That is n a raised to n minus 1. That's the formula. Okay. So if we compare this with this given equation, instead of a square, means instead of 2 we have
2 here. So x plus h the whole square minus a square. Instead of a we have x here. Okay, that's not a problem. So n is equal to 2. See, look at this one, this term, this term, this term. All these terms should be same. Here we have x plus h. We have only h here. If you want, you can add an x and subtract that x. Isn't it? X to x and cancel ആയി പോകും. That will not affect the answer actually. And നമ്മൾ ഇതിനെ ബ്രാക്കറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ വേണ്ട ഫോർമുല പോലെ ആവും അല്ലേ? x plus h the whole square, അപ്പോൾ x square minus a square divided by x minus a. x ന്റെ സ്ഥാനത്ത് ആയി മൈനസ് a. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ നമുക്ക് സെയിം ആയി, ഇവിടെ രണ്ട് സെയിം ആയി, പക്ഷെ ഇതും കൂടെ സെയിം ആണ് അല്ലേ? അവിടെ നമുക്ക് വേണമെങ്കിൽ എഴുതാമല്ലോ. As h tends to 0, x plus h എങ്ങോട്ട് പോകും? x plus h tends to, ഇതിന്റെ രണ്ട് സൈഡിലും ഒരു നമ്മൾ x ആഡ് ചെയ്യുന്നു. So when we add x on both sides, what happens? So x plus h tends to 0 plus h, right? 0 plus x, because we are adding x here. So x plus h tends to add x, right? So we are just adding and subtracting an x here, and just apply the limit. So when h tends to 0, x, we are adding an x on both sides of this limit also. So x plus h tends to 0 plus x. So that means x plus h tends to x. Then we can rewrite like this. That's equal to limit h tends to 0, x plus h the whole square minus x square divided by x plus h minus x. But ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് സെയിം ആയെങ്കിൽ ഇവിടെ ആയിട്ടില്ല, അതിനുവേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ എഴുതുന്നത്. സോ വി ക്യാൻ റീറൈറ്റ് ലൈക്ക് ദിസ്, x plus h tends to x. Now look at this one. First terms are same. First x plus h, x plus h, x plus h. Second terms a, x, x, x. Now everything is in the same format of this formula. So instead of n we have 2. Instead of x we have x plus h. And instead of a we have x. So we can apply the formula. That is n is 2. A is x raised to n minus 1, 2 minus 1. That is 2x. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ വാല്യൂനെ 2x എന്ന് എഴുതാം അല്ലേ? 2x എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പറയാം that particular value is denoted by f dash x, right? If the limit exists, that value is denoted by f dash x. So f dash x is equal to 2x. കണ്ടോ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് ആയി. അപ്പോൾ ഈ കിട്ടുന്ന വാല്യൂവിനെയാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് വിളിക്കുക. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേറൊരു മെത്തേഡ് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടേക്കുവാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ജസ്റ്റ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ നിന്നാണ് പോയത്. എക്സ് പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ്. അത് നമുക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേറെ തരത്തിലും ചെയ്യാം. ഞാൻ അതും കൂടെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. അതും കൂടെ നമ്മുടെ ലിമിറ്റ് h tends to 0, f of x plus h minus f of x divided by h എന്നാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ അത് അപ്ലൈ ചെയ്യാം. അതങ്ങ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടും. അപ്പോൾ ഈ രണ്ട് മെത്തേഡിൽ ഏത് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എളുപ്പത്തിലുള്ളൊരു മെത്തേഡും കൂടെ പറഞ്ഞുതരാം. പക്ഷെ ഇതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ എന്താ പറയുക, എല്ലായിടത്തും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇപ്പം നമ്മൾ ചെയ്തത്. ഇപ്പോൾ ഇത് ഞാനൊന്ന് കാണിച്ചു തരാം. ദാറ്റ്സ് ഈക്വൽ ടു ഡിവൈഡഡ് ബൈ h ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0. നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 അനുസരിച്ച് ഇത് 2 അനുസരിച്ച് എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ എന്നാവും, മൈനസ് എക്സും എക്സ് സ്ക്വയർ എന്നാവും, ഡിവൈഡഡ് ബൈ h എന്നാവും. ഇതായിരുന്നു നമ്മൾ പോകുന്നത്. നമുക്ക് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്ത് പോയി. അതല്ല നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ കേസിൽ നമുക്ക് അല്ലാതെ വേണം ചെയ്യാം. എന്താണ് പറയാം, എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ ഫോർമുല അപ്ലൈ ചെയ്യാം. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ h. ജസ്റ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും ക്യാൻസൽ ആയി. ദാറ്റ് ഈസ് ലിമിറ്റ് h ടെൻസ് ടു 0. പിന്നെ വരുന്നത് 2xh പ്ലസ് h സ്ക്വയർ ഡിവൈഡഡ് ബൈ h എന്നാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ അതിനകത്തുനിന്ന് വേണമെങ്കിൽ ഒരു h കോമൺ എടുക്കാം ന്യൂമറേറ്ററിൽ നിന്ന്.
സോ ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0. h പുറത്തെടുത്താൽ 2x പ്ലസ് h സ്ക്വയർ h പോകുന്ന പിന്നെ h വരും, ഡിവൈഡഡ് ബൈ h വരും, h കട്ടായി പോകും. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ എച്ചിന് 0 കൊടുക്കുവാണെങ്കിൽ ഡയറക്റ്റ് കൊടുക്കാം, കാരണം ഡിനോമിനേറ്റർ ഇല്ല. അപ്പോൾ 2x പ്ലസ് 0 എന്ന് വരും, ദാറ്റ്സ് ഈക്വൽ ടു 2x എന്ന് വരും. കണ്ടോ? ഇത് കിട്ടുവാണെങ്കിൽ നമ്മൾ അതിനെയാണ് ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത്. f ഡാഷ് x ഈസ് ഈക്വൽ ടു 2x. ഈ മെത്തേഡ് ചെയ്താലും മതി ഈ കേസിൽ. പക്ഷെ നമ്മൾ കൂടുതൽ ജനറലൈസ് ചെയ്യാൻ നമുക്ക് എളുപ്പം ഈ മെത്തേഡ് തന്നെയായിരിക്കും. ആദ്യം നമ്മൾ ഉപയോഗിച്ച മെത്തേഡ് ആയിരിക്കും, ഫോർമുല ഉപയോഗിച്ച് ചെയ്തതായിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ x പ്ലസ് h ഹോൾ ക്യൂബ് എന്നൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ x പ്ലസ് h ഹോൾ റേഷ്യോ 4 എന്നൊക്കെ ആണെങ്കിൽ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ നമ്മൾ നേരിട്ട് ഡയറക്റ്റ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ച പോലെ ഫോർമുല അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ചെയ്യുന്നത്? നിങ്ങൾ പേടിക്കണ്ട, നമ്മൾ ഇത് കൂട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ മെത്തേഡ് നിങ്ങൾക്ക് സുപരിചിതമായിക്കോളും. മെത്തേഡ് സെയിം തന്നെയാണ്, ആകെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു ഫോർമുല മാത്രമേ ഉള്ളൂ. ലിമിറ്റേഷൻസ് 0, f of x plus h മൈനസ് f of x ഡിവൈഡഡ് ബൈ h ഇസ് ഈക്വൽ ടു x ചെയ്താൽ അതിനെ ഡെറിവേറ്റീവ് എന്ന് വിളിക്കും. അപ്പോൾ മക്കളെ, ഓക്കെ, നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ മനസ്സിലായി അത്രയും നന്നായിട്ട് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, കാരണം ഇനി നമ്മൾ ചെയ്യുന്ന എല്ലാം ഈ മെത്തേഡ് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കുറേയധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിക്കോട്ടെ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. Till then, have a nice day and goodbye.